അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നു. ഇന്ന് ഉച്ചരിഞ്ഞപ്പോൾ ഞാൻ അസർ നിസ്കാരമൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ ചൂലി എന്താ കുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഈ പട്ടച്ചൂലി നമ്മൾ പിന്നെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര നല്ല വില. പിന്നെ നമ്മളോട് ഉണ്ടായതാട്ടോ. അപ്പോൾ 2 ചെറിയ തെങ്ങുണ്ട്, അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ എന്താണെന്നോ ഈ മുറ്റടിക്കാനൊക്കെ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ സംസ്കാരമൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ ചൂലിയും തരും നിൽക്കുക കേട്ടോ. അപ്പോൾ അത് മൊബൈൽ ചാരി വെച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മളില്ലേ ഉള്ളിലൊക്കെ അടിക്കാൻ പുല്ലും ചൂലാണല്ലോ, അപ്പോൾ അത് മുറ്റടിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഇത് നല്ല പോലെയൊന്നുമല്ല, എന്നാലും നമ്മളെ ചെറിയ തെങ്ങാട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല ഓലൊക്കെ കൊടുത്തതാണ്. കാക്കൊന്നൊക്കെ വെട്ടിത്തന്നതാട്ടോ. ചൂല് ഈർക്കിളിയൊക്കെ ഇവിടെ വെട്ടി വെച്ചിട്ട് കുറേ ദിവസമായിരിക്കുന്നു. വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാൽ പിന്നെ ഞാൻ മടി പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നു, തലവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇരുന്നപ്പോൾ ഒക്കെ തോന്നി എന്നപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. ഒരു ചെറിയ കുഞ്ഞൊരു വീഡിയോ ആയിക്കോട്ടെ വെച്ചിട്ടോ. പിന്നെ മക്കളെ തോനെ ഇതിൽ മൊബൈലിൽ എന്താ പറയുക, ഇത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല, അതിൽ നിറഞ്ഞിട്ട് എന്താണെന്നറിയില്ല. അപ്പോൾ കുറേശ്ശെ ഞാൻ നിങ്ങൾക്ക് ചെറിയ വീഡിയോ ആയിട്ട് ഓരോന്ന് വീഡിയോ കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി. നിങ്ങളൊക്കെ പിന്നെ എന്താ പറയുക, ചൂലി എന്തെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല വെയിലല്ലേ, പിന്നെ വേനൽക്കാലം എല്ലാവർക്കും നല്ല വെയിലല്ലേ അല്ലേ. അവിടെയൊക്കെ മഴ ഉണ്ടോ? മഴക്കാറൊക്കെ ഉണ്ട്. ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല. അന്ന് ദിവസം ഒരു മഴ പെയ്താട്ടോ, പിന്നെ പെയ്തിട്ടൊന്നുമില്ല. മഴക്കാറൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഭയങ്കര ചൂടാണല്ലോ അല്ലേ. എല്ലായിടത്തും വെള്ളമൊക്കെ ഉണ്ടോ? ഇവിടെ കിണറ്റിൽ അടി വെച്ചിട്ടോ. മണ്ണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രാവശ്യം എടുത്തിട്ടില്ല, ഇടിയാണ്. ഉള്ളൊന്നും ഇപ്പോൾ അടുത്തിട്ടില്ല. അപ്പോൾ അടുക്കാൻ ഒരുപാട് മേലെ അടി വിട്ടിട്ട് മേലെ വരെ പടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, അത് കാരണം വെള്ളമുണ്ട്, കുറച്ച് കലക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേനൽക്കാലമായി മക്കളെ, വേനൽക്കാലമല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും മുളിച്ചലും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ട് നല്ല വെയിലല്ലേ. അപ്പം എന്നാലും ഇപ്രാവശ്യം വെയിലായാലും മറ്റേ കാലിൻ്റെ മടമ്പ് കുതിയൊക്കെ പൊട്ടണം കേട്ടോ. ഇപ്രാവശ്യം കാലിൻ്റെ കുതിയൊന്നും പൊട്ടിയിട്ടില്ല. അപ്പോഴത്തെ എന്താ കാരണം എന്ന് അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സോപ്പ് കൊണ്ട് ഞാൻ തേച്ചിട്ടാന്നൊക്കെ തോന്നിയത് ഇത് കേട്ടോ. മറ്റേ ചുണ്ടൊക്കെ പൊട്ടും കാറ്റുകാലായാലൊക്കെ. പ്രാവശ്യം അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒറിജിനൽ ഉണ്ടാക്കുന്നത് കാരണമെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അത് ശരിയായിരിക്കും എന്ന് ഞാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ആ സോപ്പ് കൊണ്ടാട്ടോ ഞാൻ മുഖമൊക്കെ കഴുകൽ. അപ്പോൾ അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ എല്ലായിടവും നല്ല വിലയാണ് അതിൻ്റെ സാധനത്തിന്. ആൾക്കാരൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് കൊടുക്കണം, പക്ഷെ നല്ല വിലയൊക്കെ ആവും കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ കൊടുക്കണമൊന്നുമില്ല കേട്ടോ. ആരെയും പറഞ്ഞാൽ മാത്രമേ ഉണ്ടാക്കി കൊടുക്കണുള്ളൂ. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കി. തോനെ വീഡിയോ ആക്കണില്ല മക്കളെ. അത് ഞങ്ങൾക്ക് അതും ഇതും പറഞ്ഞിട്ട് വെറുതെ സമയം ഇതാക്കണില്ല. എന്താണോ വീഡിയോ ലെങ്തായാൽ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കാണട്ടോ എൻ്റെ ചാനൽ.